ചൂരൽമലയിലെ ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിനെതിരെ ചില തെറ്റായ പ്രചരണം നടത്തുന്നതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സുരക്ഷിതവും സമഗ്രവുമായ പുനരധിവാസം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചൂരൽമലയിലെ ദുരിതബാധിത കുടുംബങ്ങൾക്ക് സുരക്ഷിതവും അന്തസ്സുള്ളതും സമഗ്രവുമായ പുനരധിവാസം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിലൂടെയാണ് ടൗൺഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉരുൾപൊട്ടലിന്റെ 1ാം വാർഷികത്തിൽ കേരള സർക്കാർ മാതൃകാ ടൗൺഷിപ്പ് പദ്ധതിയുടെ ആദ്യ മാതൃകാ ഭവനം അനാച്ഛാദനം ചെയ്തു. ദുരന്തബാധിതരോട് സർക്കാർ കാണിക്കുന്ന അനുകമ്പ, സാങ്കേതിക മികവ്, ഉത്തരവാദിത്തം എന്നിവയുടെ വിജയമാണ് പുതിയ ടൗൺഷിപ്പ്. ദീർഘവീക്ഷണമുള്ളതും സംയോജിതവുമായ മോഡൽ ടൗൺഷിപ്പ് പരമ്പരാഗത ഭവന പദ്ധതികളിൽ നിന്നും വ്യത്യസ്തവുമാണ്. ഇപ്പോഴുള്ള എൽസ്റ്റോണിൽ 410 വീടുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർക്കാർ തന്നെ 2 എസ്റ്റേറ്റുകൾ ദുരന്തം നടന്ന 62ാമത്തെ ദിവസം ഏറ്റെടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചു. നെടുമ്പാലയിലെയും എൽസ്റ്റോണിലെയും 2 എസ്റ്റേറ്റുകൾ. അതിൽ എൽസ്റ്റോണിലെ എസ്റ്റേറ്റിലെ 410 വീടുകളുടെ നിർമ്മിതിയാണ് അതിവേഗം ഇപ്പോൾ നടന്നു വരുന്നത്. ആ 410 വീടുകൾ മാത്രമല്ല, ആ 410 വീടുകൾ ഉൾപ്പെടുന്ന നഗരത്തിൽ അംഗനവാടി, ആരോഗ്യ കേന്ദ്രം, ഓപ്പൺ എയർ തിയേറ്റർ, മാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെൻറ്റർ, ദുരന്ത നിവാരണ അഭയകേന്ദ്രം, മെറ്റീരിയൽ കളക്ഷൻ സൗകര്യം, ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരുടെ സ്മാരകം തുടങ്ങി പൗരസമൂഹത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട്, പൊതു ഇടങ്ങൾ, റോഡുകൾ, ചെക്ക് ഡാം, പാലങ്ങൾ, കലുങ്കുകൾ, പൊതു ശൗചാലയങ്ങൾ, തെരുവുവിളക്കുകൾ തുടങ്ങിയ ദീർഘകാല സൗകര്യങ്ങളും ടൗൺഷിപ്പിലുണ്ട്. ആധുനിക നിർമ്മാണം പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടൗൺഷിപ്പിലുള്ള റോഡുകൾക്ക് 11 കിലോമീറ്ററിലധികം നീളമുണ്ട്. 7.5 ലക്ഷം ലിറ്റർ ഭൂഗർഭജല സംഭരണി, 2.5 ലക്ഷം ലിറ്റർ ഓവർഹെഡ് ടാങ്ക് എന്നിവയിലൂടെ ജലലഭ്യതയും ഉറപ്പാക്കും. 7 സെന്റ് സ്ഥലത്ത് 1000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സിറ്റൗട്ട്, ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ, 2 കിടപ്പുമുറികൾ, 2 ബാത്റൂമുകൾ, അടുക്കള, വർക്ക് ഏരിയ, പഠനത്തിനുള്ള സ്ഥലം എന്നിവയുമുണ്ട്. എല്ലാ വീടുകൾക്കും 5 വർഷത്തെ സിവിൽ, 3 വർഷത്തെ MVP ഡിഫക്റ്റ് ലയബിലിറ്റി വാറണ്ടിയുമുണ്ട്. പദ്ധതി നടപ്പാക്കാൻ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ S. സുഹാസിന്റെ നേതൃത്വത്തിൽ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. വീടുകളുടെ നിർമ്മാണ ചെലവിനെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളാണ് ചിലർ ഉന്നയിക്കുന്നത്. PWDയുടെ DSR മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക എസ്റ്റിമേറ്റിൽ ഒരു വീടിന് 31.5 ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന് ഒരു വീടിന് 22 ലക്ഷം രൂപ എന്ന നിരക്കിലാണ് കരാർ നൽകിയിരിക്കുന്നത്. പൂർത്തിയായ മാതൃകാ വീട് സന്ദർശിച്ച ഗുണഭോക്താക്കൾ ഒന്നടങ്കം നിർമ്മാണ ഗുണനിലവാരം, രൂപകൽപ്പന സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് മികച്ച പ്രതികരണമാണ് പ്രകടിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ളത് വ്യാജമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ്. വ്യാജമായ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പോകുന്നത് ഒരു പൊതുപ്രവർത്തകന് നല്ലതല്ല. 30 ലക്ഷം എന്ന് വാർത്തകളിലൂടെ കണ്ടു എന്നാണ് പറയുന്നത്. വാർത്തകളിൽ 30 ലക്ഷം ഒരു പുറം കാഴ്ചകൾ കണ്ട് ഒരു വീടിന് വരും എന്നവർ പ്രതീക്ഷിച്ച സംഖ്യയാണ്. അതിന് പിന്നെ നെഗോഷിയേഷൻ ഉണ്ട്, അതിന് പിന്നെ മറ്റൊരുപാട് മാർഗങ്ങളുണ്ട്. അതിലേറ്റവും കുറഞ്ഞ തുകയ്ക്ക് അത് നിർമ്മിക്കൽ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ചുമതല. ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. ആ ഗൂഢാലോചന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും. എനിക്കുള്ളൊരു സന്തോഷം, ഈ ദുരന്തത്തിനിടയിലും 1 വർഷക്കാലത്തിനുള്ളിൽ വളരെ ബോധപൂർവം എല്ലാവരും ഉന്നയിച്ച 12 ആരോപണങ്ങളും ശൈശവഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു പോയി എന്നുള്ളതും യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതുമുള്ള ഉറപ്പുള്ളതുകൊണ്ട് ആരോപണം ഉന്നയിച്ചവരെയും ആരോപണത്തിന് പിന്താങ്ങിയവരെയും ആരോപണം ശരിയാണോ എന്ന് സംശയമുള്ളവരെയും മുഴുവൻ ഞങ്ങൾ ഈ ചൂരൽമലയിലെ ഭാഗമായിട്ടുള്ള ദുരന്തബാധിതരെ താമസിക്കുന്ന എൽസ്റ്റോൺ എസ്റ്റേറ്റിലേക്ക് ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുന്നു. സർക്കാരിനെ കരിവാരി തേക്കാൻ ലക്ഷ്യമിട്ടാണ് ചിലർ ടൗൺഷിപ്പ് നിർമ്മാണത്തിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും മന്ത്രി കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.